ഹലോ ഫ്രണ്ട്സ്, ഇന്നില്ലേ നമ്മൾ കുറച്ച് ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം. പൂക്കളൊന്നും അധികം ഇവിടെ ഇല്ല കേട്ടോ, കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ കുറേ പൂക്കൾ വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോളാണ് പൂക്കളമൊക്കെ ഇടുന്നതും. ഇപ്പോൾ ഇവിടെ ഉപ്പേരി വെക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് സാമ്പാർ വെക്കാൻ കുറച്ച് നമ്മുടെ വെണ്ടയ്ക്കയും വഴുതനയും എല്ലാം പറിക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പറിച്ചിട്ട് നമുക്കൊരു സാമ്പാറും വെക്കണം. അപ്പോൾ ഉപ്പേരി ആയതിനു ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും എല്ലാം നമുക്കൊന്ന് പറിച്ചെടുക്കാം കേട്ടോ. ഈ വെണ്ടയ്ക്കയില്ലേ ഒന്നരാടം കായ്ക്കണ വെണ്ടയ്ക്കയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഇടയ്ക്ക് ഒന്നരാടം ഇടവിട്ട് പറിച്ചുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ എല്ലാം മൂത്ത് പോകും കേട്ടോ. കുറേ വെണ്ടയ്ക്ക കായ്ച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇടയിൽ നമുക്ക് ആവശ്യത്തിന് ഒരു 5 വെണ്ടയ്ക്ക അത്രയൊക്കെ കിട്ടുള്ളൂ. എന്നാലും നമ്മൾക്കൊരു സുഖമല്ലേ അങ്ങനെ സ്വന്തം പച്ചക്കറി തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചിട്ട് വെക്കുമ്പോൾ. തോട്ടം എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ, നിറയെ വെച്ചുണ്ടാക്കും, പക്ഷെ കുറച്ചേ വരുള്ളൂ. അതാണ് എൻ്റെ കൃഷിയുടെ ഒരു പ്രത്യേകത കേട്ടോ. എന്നാലും കുറച്ച് വഴുതിരിങ്ങയും വെണ്ടയ്ക്കയും ഒക്കെ നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വഴുതിനിയൊക്കെ നല്ലോണം വലുതാവുന്നതാണ്. പക്ഷെ ഞാൻ എന്തായാലും ഇന്ന് പറിച്ചെടുക്കട്ടെ, കുറേ പിന്തുണ്ട്. അപ്പോൾ അതൊക്കെ വലുതാവുമല്ലോ ഓണാകുമ്പോഴേക്ക്. വെണ്ടയ്ക്കകളും കുറേ പറിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പറിക്കണം. അപ്പുറത്ത് കുറച്ച് വഴുതിരിങ്ങ കൂടിയുണ്ട്, അത് നമുക്ക് പറിച്ചെടുക്കണം. ഈ കുമ്പളങ്ങ കണ്ടോ എങ്ങോട്ടാണ് വളരണതെന്ന്? അതെന്താണെന്ന് പറയുക, ഇതിൻ്റെ മോൾ ഭാഗത്തൊരു കുമ്പളങ്ങ പിന്ത് കിടക്കുന്നുണ്ട്. അത് കിടക്കുന്ന പോലെ കിടക്കണമെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു. ഇയാൾ മുകളിലോട്ടാണ് കേട്ടോ വളരുന്നത്. കുറച്ച് വലുതാകുമ്പോൾ അത് താഴോട്ട് വീഴും. അപ്പോൾ നമുക്കൊരു കവറ് കെട്ടി കൊടുക്കാം കേട്ടോ. ഇത് ഇവിടെ വഴുതിരിങ്ങ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടാൽ നിറയെ വഴുതിരിങ്ങൾ ഇതിൽ കാച്ചൂട്ടാ. ഇത് 2 വർഷമായിട്ടുള്ള വഴുതിരിങ്ങ തൈയാണ് കേട്ടോ. എന്നാലും നമുക്ക് ആവശ്യത്തിന് ഇതിൽ നിറയെ കായകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വിത്തെല്ലാം തന്നെ നമ്മൾ ഓൺലൈനിൽ വരുത്തിയതാണ് കേട്ടോ. നമുക്ക് ആരും ഇവിടെയുള്ളവരാരും തന്നൊന്നുമില്ല. പിന്നെ നരച്ച മൂത്ത ഒരു കുമ്പളങ്ങിനെ പറിക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറയും മൂത്ത് നരച്ച കുമ്പളങ്ങയായിട്ട് അതേപോലെ മൂത്ത് നരച്ചൊരു കുമ്പളങ്ങയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കത് പറിച്ചെടുക്കാം. നല്ല വെയിറ്റുള്ളതാണ് കേട്ടോ. ഈ കത്തിയൊക്കെ നല്ല മൂർച്ചയുണ്ട്. ഞാൻ അരിയണത് കണ്ടാൽ തോന്നും ഇത് മൂർച്ചയില്ലെന്ന്. പക്ഷേ കത്തി നല്ല മൂർച്ചയുണ്ട്. എൻ്റെ വലതേ കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുറിക്കുമ്പോൾ കിട്ടണില്ല കേട്ടോ. പിന്നെ കുമ്പളങ്ങൻ്റെ വെയിറ്റും എന്തായാലും നമുക്കത് പൊട്ടിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇനി ഇതിൽ നിർത്തിയാൽ ചിലപ്പോൾ താഴത്ത് മുട്ടും. മുകളിലിരുന്ന കുമ്പളങ്ങയാണ് ഇറങ്ങി ഇവിടെ എത്തിയിട്ട് ചാക്കിട്ട് മൂടി വെച്ചതായിരുന്നു. അത്യാവശ്യം ഒരു 10 കിലോയെങ്കിലും വെയിറ്റ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ. നമ്മളിത് ഈ കുമ്പളങ്ങ പറിച്ചെടുത്തു. പിന്നെ വേറൊരു കുമ്പളങ്ങ തേയിൽ ഇതാണ്ടോ കുമ്പളങ്ങ ചെടിയിൽ കവറ് കെട്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അതിൽ നിറയെ വെള്ളം. അപ്പോൾ നമുക്ക് തുറന്നു വിട്ടൊന്ന് ഫ്രീ ആക്കാം. ഏകദേശം നര പൂശി തുടങ്ങി. അതുകൊണ്ട് തന്നെ അതിന് അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ. ഈ ഒരു വലിയ കുമ്പളങ്ങ മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഒരു വലിപ്പം തന്നെയാണ്. ഇത് കണ്ടോ. അതേപോലെ മോൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് കതിരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കെട്ടിത്തൂക്കാം. എന്നിട്ട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാം. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കതിരൊക്കെ നമ്മളിവിടെ കെട്ടി റെഡിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജനലിലാണ് കെട്ടി വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സദ്യ നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സദ്യ. ഒരു സാമ്പാർ, ഉപ്പേരി, അവിയൽ, പപ്പടം എന്നിങ്ങനെയാണ് കേട്ടോ. പിന്നെ അടപ്രഥമനാണെങ്കിൽ നമ്മുടെ പായസം കുടിച്ചിട്ട് നമുക്ക് കുറേ ദിവസമായിട്ട് ഞങ്ങൾ പായസമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വല്ലപ്പോഴും വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അടപ്രഥമൻ വെച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക സന്തോഷം തോന്നിയിട്ട് കുറേ ആയിട്ട് വെക്കാറൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരാൾക്ക് വിളമ്പാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാം വെച്ച് വെക്കേ വേണ്ടുള്ളൂ. പിന്നെ എല്ലാം വിളമ്പിക്കോളും. അതേപോലെ തന്നെ കേക്കൊക്കെ മുറിക്കുകയാണെങ്കിൽ ആൾക്ക് നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുക എന്നും സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊക്കെ എന്നും നമുക്ക് ആഗ്രഹമുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ പിന്നീട് നമുക്ക് ആഘോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കും. പക്ഷെ ഓരോ വിഷുവും നല്ല നാളിൽ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണമല്ലോ. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ അതാ നമ്മുടെ വീടിന് മുൻവശത്തൊരു മയിൽ വന്ന് നിൽക്കണം കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വന്നതാണ് തോന്നുന്നു. എന്നെ കണ്ടത് താഴത്തേക്ക് ചാടിപ്പോയിട്ടോ. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മയിലൊക്കെ വരാറുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാനില്ലേ എൻ്റെ ഗ്ലാസ് ഒന്ന് മാറ്റണം കണ്ണടൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ട്രിനിറ്റി ഹോസ്പിറ്റലിലാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ട് കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ പവർ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലാസ് മാറ്റാൻ എഴുതുന്ന കാർഡും കൊണ്ട് അവിടെ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. അങ്ങനെ വടക്കഞ്ചേരിയിലൊരു ഷോപ്പിൽ വന്നിട്ട് പിന്നെ അതിൻ്റെ കാർഡ് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവർ ഗ്ലാസ് മാറ്റി തന്നു കേട്ടോ. ഇതാണ് ആ കണ്ണട. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഒന്ന് ക്ലിയറായി കാണാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ.